ഈ മാസം 5-ാം തീയതി മുതൽ തലസ്ഥാനത്ത് നടന്നത് എന്താണ്? സ്വാശ്രയ മാഫിയ കൊലയ്ക്ക് കൊടുത്ത മകനു വേണ്ടി ഒരമ്മ നടത്തുന്ന പോരാട്ടമെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ അതല്ല, LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു നടന്നതെന്ന് CPIM-ന് തോന്നുന്നു. ജനത്തിന്റെ തോന്നലാണോ ശരി, CPIM-ന്റെ തോന്നലാണോ ശരി? എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെതിരെ ആഞ്ഞടിച്ച് CPI ദേശീയ നേതൃത്വം. പോലീസിന്റെ നടപടികൾ പലപ്പോഴും തെറ്റെന്ന് സുധാകർ റെഡ്ഡി. I don't think, as far as we are concerned, we don't think we are opposition party. We are very much part of the left front, and we want the left democratic front should be stronger. മഹിജയ്ക്കെതിരായ പോലീസ് നടപടിക്കും വിമർശനം. ഇടതു മുന്നണിയിലെ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് പരിഹരിക്കും. CPI-യുടെ വിമർശനങ്ങൾക്ക് നാളെ മറുപടി നൽകാൻ CPIM തീരുമാനം. കോടിയേരി കണ്ണൂരിൽ മാധ്യമങ്ങളെ കാണും. ജിഷ്ണുവിന്റെ അമ്മ മഹിജ നാളെ മുഖ്യമന്ത്രിയെ കാണില്ല. തീരുമാനം മാറ്റിയത് സമരം കൊണ്ട് എന്തു നേടിയെന്ന പിണറായിയുടെ ചോദ്യത്തോട് പ്രതിഷേധിച്ചെന്ന് സൂചന. ജിഷ്ണുവിന്റെ കുടുംബത്തെ സർക്കാരിനെതിരാക്കാൻ ശ്രമമെന്ന് കോടിയേരി ദേശാഭിമാനി ലേഖനത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ IS കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബോംബാക്രമണം. മലയാളി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് സന്ദേശമെത്തി. കൊല്ലപ്പെട്ടത് പടന്ന സ്വദേശി മുർഷിദ് മുഹമ്മദ്. ടെലിഗ്രാം ആപ്പ് സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. കാർഷിക സമൃദ്ധിയുടെ നാളുകൾ ഓർമ്മിപ്പിച്ച് ഒരു വിഷു കൂടി. പൊൻകണി ഒരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ദുഃഖവെള്ളി ആചരണം. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും. കുൽഭൂഷൺ യാദവ് കേസിൽ പാകിസ്ഥാനോട് ഇന്ത്യ കുറ്റപത്രം ആവശ്യപ്പെട്ടു. വധശിക്ഷാ വിധിക്കെതിരെ ഇന്ത്യ അപ്പീൽ നൽകും. ചാരപ്രവർത്തന കേസിൽ നയതന്ത്ര ഇടപെടൽ സാധ്യമല്ലെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയോട്. ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കൾ നടത്തിയ സമരത്തിൽ LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢനീക്കമുണ്ടെന്ന് ദേശാഭിമാനിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. 5 വർഷത്തെ UDF ഭരണത്തിൽ ആയിരക്കണക്കിന് LDF പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തിയപ്പോൾ ഇന്ന് പൗരാവകാശ ബോധം ഉയർത്തുന്നവർ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ലെന്ന് കോടിയേരി ചോദിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വീര്യമുള്ള ജിഷ്ണുവിന്റെ കുടുംബത്തെ പോലും സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കം നടന്നെന്ന് അദ്ദേഹം പറയുന്നു. ജിഷ്ണു സമരം ബാക്കിപത്രമെന്ന പേരിൽ ദേശാഭിമാനിയിലെ നിലപാട് പേജിലെഴുതിയ ലേഖനത്തിലൂടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ CPIയെ പരോക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. മഹിജയുടെ സമരത്തിന്റെ പേരിൽ CPM-നെ വിമർശിച്ച കാനത്തെയും CPIയെയും കഴിഞ്ഞകാല ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് കോടിയേരി. 5 വർഷത്തെ UDF ഭരണത്തിൽ 1 ലക്ഷത്തോളം LDF പ്രവർത്തകർക്കെതിരായാണ് കള്ളക്കേസെടുത്തത്. ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചു. ഇവർക്കെതിരെ UAPA ചുമത്തി. ഇന്ന് പൗരാവകാശ ബോധം ഉയർത്തുന്നവർ ഈ അനീതികൾക്കെതിരെ പ്രതിഷേധിച്ചില്ലെന്ന ലേഖനം കുറ്റപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് വീര്യമുള്ള ജിഷ്ണുവിന്റെ കുടുംബത്തെ പോലും സർക്കാരിനെതിരാക്കിയാണ് സമരം നടന്നത്. 2002-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് DGP ഓഫീസ് പരിസരം നിരോധിത മേഖലയാക്കിയത്. അവിടെ ആളുകൾ സംഘം ചേർന്നാൽ എല്ലാ കാലത്തും കേസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോന്നിട്ടുണ്ട്. കോടിയേരി അടിവരയിടുന്നു. അറസ്റ്റ് ചെയ്ത ആരോടെങ്കിലും പ്രത്യേക വിരോധം തീർക്കാനാണെങ്കിൽ അതിന് 11 മാസം വരെ കാത്തിരിക്കേണ്ടതില്ലല്ലോ എന്നും ലേഖനം ചോദിക്കുന്നു. പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്വാശ്രയ വിദ്യാഭ്യാസ കൊള്ളക്കാർക്കും അധോലോക ശക്തികൾക്കും വിലങ്ങിടുന്നതുമാണ് LDF സർക്കാരിൻ്റെ പോലീസ് സേനയെന്ന് പറഞ്ഞാണ് ലേഖനം കോടിയേരി അവസാനിപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ജിഷ്ണുവിന്റെ അമ്മ മഹിജ നാളെ മുഖ്യമന്ത്രിയെ കാണില്ല. സമരം കൊണ്ട് എന്തു നേടിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് നേരത്തെ തീരുമാനിച്ച കൂടിക്കാഴ്ചയിൽ നിന്ന് മഹിജ പിന്മാറിയത്. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുടുംബത്തെ ഏറെ വേദനിപ്പിച്ചെന്ന് മഹിജ പറഞ്ഞു. DGPയെ കാണാൻ പോലീസ് ആസ്ഥാനത്തെത്തിയ മഹിജയെയും ബന്ധുക്കളെയും പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നെങ്കിലും മുഖ്യമന്ത്രി പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പോലീസ് നടപടിയിൽ പരിക്കേറ്റ മഹിജയും ബന്ധുക്കളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസങ്ങളോളം നിരാഹാരം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച സമരത്തിൽ ഉണ്ടാക്കിയ കരാറിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനായി നാളെയാണ് മുഖ്യമന്ത്രി സമയം അനുവദിച്ചത്. സമരം അവസാനിച്ചതിന് ശേഷം കോഴിക്കോടേക്ക് തിരിക്കുന്നതിന് മുമ്പായി തന്റെയും സഹോദരൻ ശ്രീജിത്തിന്റെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയെ കാണുകയുള്ളൂവെന്ന് മഹിജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയും കുടുംബത്തെ വേദനിപ്പിച്ചെന്ന് മഹിജ പറഞ്ഞു. ജിഷ്ണുവിന്റെ കുടുംബത്തിന് എന്ത് കാര്യമാണ് സമരത്തിലൂടെ നേടാനുണ്ടായിരുന്നത്, എന്ത് കാര്യത്തിലാണ് സർക്കാർ വീഴ്ച വരുത്തിയതെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചത്. നാളെയാണ് ജിഷ്ണുവിന്റെ ജന്മനാടായ വളയത്ത് CPIM പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്. ഈ വിഷയത്തിൽ
പാലക്കാട് എം പി ശ്രീ എം പി രാജേഷ്, വിദ്യാഭ്യാസ പ്രവർത്തകനും ഡിവൈഎഫ്ഐ നേതാവുമായ JS ഷിജു ഖാൻ, സേവ് എഡ്യൂക്കേഷൻ ഫോറം നേതാവും SUCIയുടെ പ്രവർത്തകനുമായ ഷാജർ ഖാൻ, ഒപ്പം ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത് എന്നിവരെ ആണ് ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്. BJP നേതാവ് B ഗോപാലകൃഷ്ണനും ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ ഷിജു ഖാൻ, ഒരമ്മ സ്വാശ്രയ മാഫിയയുടെ ചൂഷണത്തിന് ഇരയായി മരിച്ച മകൻ്റെ നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് ജിഷ്ണു പ്രണോയിയുടെ മാതാപിതാക്കളുടെ സമരത്തെ കേരളം കണ്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് പൊതുസമൂഹം അതിനെ സ്വീകരിച്ചിട്ടുണ്ട്, അതിനങ്ങനെ പിന്തുണ നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം കൂടി ആവർത്തിക്കാതിരിക്കാനുള്ള പൊതുബോധ നിർമ്മിതി കൂടി ആ സമരത്തിന് പിന്നിൽ, ആ സമരത്തിൻ്റെ ഊർജ്ജമായി പ്രവർത്തിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമരത്തെ കേവലം രാഷ്ട്രീയ സമരമായി ചുരുക്കി സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഇടതുപക്ഷ ബോധമുള്ള CPIMന്റെ അനുയായികളെങ്കിലും ഇത് വിശ്വസിക്കുമോ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സമീപകാല സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയിൽ നിന്നൊരു ലേഖനം എഴുതിയിട്ടുള്ളത്. ജിഷ്ണു പ്രണോയിയുടെ മരണശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചും പ്രതികളെ കണ്ടുകിട്ടുന്നതിനും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും നടത്തുന്ന അന്വേഷണത്തെ സംബന്ധിച്ചും വിശദമായ ആ ലേഖനം പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ സമീപ ദിവസങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വലിയ ഗൂഢാലോചന ഉണ്ടാവുകയും ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു ശ്രമം BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയും അദ്ദേഹം വിശദീകരിച്ചു. തീർച്ചയായും ജിഷ്ണു പ്രണോയിയുടെ മരണവും അതിനുശേഷം കുടുംബം അനുഭവിക്കുന്ന ആശങ്കകളും സങ്കടങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ വളരെ ഗൗരവത്തോടെയും വളരെ അനുഭാവപൂർണവുമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ കുടുംബത്തിന് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ കേസിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന ധനസഹായം ചെയ്യുന്ന ഏപ്രിൽ 5-ാം തീയതി ആരംഭിച്ച സമരം എന്തുകൊണ്ടൊരു സമരമായി കാണാൻ, ഒരു ഇടതുപക്ഷ ഭരണകൂടം ഒരു സമരത്തെ സമരമായെങ്കിലും കാണാനുള്ള മാന്യതയും മര്യാദയും പുലർത്തേണ്ടേ? അതിനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയോ മുതലെടുപ്പോ ഒക്കെയായി കാണുമ്പോൾ ഒരമ്മ സ്വന്തം മകന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുന്നത് പോലും നിങ്ങൾക്ക് രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ ഈ ഇടതുപക്ഷ ഭരണകൂടം എന്തിനെയാണ് സമരമായി കാണുക? അല്ല അഭിലാഷ്, അത് തെറ്റായ വ്യാഖ്യാനമാണ്. ഞാൻ അമ്മയെയോ ആ കുടുംബം ഉയർത്തിയ ആശങ്കകളെയോ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടില്ല. ആ അമ്മയുടെ സങ്കടത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും BJPയും പിന്നെ ചില ആളുകളും നടത്തിയിട്ടുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ താല്പര്യം, അതാണ് കേരളത്തിൽ ഒരു ബന്ധായി ഒരു ഹർത്താലായി പരിണമിച്ചത്. അത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ആ കുടുംബത്തോടുള്ള എല്ലാ പിന്തുണയും ആ കുടുംബത്തോടുള്ള അനുഭാവപൂർണമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. നിങ്ങൾ എന്തിനാണ് ഗവൺമെന്റിന്റെ സമീപനത്തെ ഇങ്ങനെ സംശയിക്കാൻ ഇടയാക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേകമായ താല്പര്യാർത്ഥമല്ലേ ആ കുടുംബം അനുഷ്ഠിച്ചു വന്ന നിരാഹാരം അവസാനിപ്പിച്ചുകൊണ്ട് ന്യായമായിട്ടുള്ള പരിഹാര നടപടികളിലേക്ക് പോയത്? സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ടെലിഫോൺ ലൈനിൽ ശ്രീ അശോകൻ വളരെ കൃത്യമായി അക്കമിട്ട് നിങ്ങൾ നടത്തിയ സമരത്തെ വിമർശിക്കുകയാണ് CPIM. അതിൽ ഒന്നാമത്തെ ആരോപണം, മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കുക എന്ന അജണ്ട ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഏപ്രിൽ 12-ാം തീയതി മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാലാവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ 5-ാം തീയതി സമരത്തിന് തീരുമാനമെടുത്തത്? ശ്രീ അശോകൻ, ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് അങ്ങനത്തെ ഒന്നൊരു കാര്യവുമല്ല. ഞങ്ങൾ 5-ാം തീയതി അവിടെ ധാരണ നമ്മളെ മോനെ കൊലപ്പെടുത്തി അവരുടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതിപ്പോൾ നിങ്ങളുടെ പാർട്ടി, അതായത് നിങ്ങളെല്ലാവരും CPIM കുടുംബാംഗങ്ങളാണല്ലോ, നിങ്ങളുടെ പാർട്ടി ഈ സമരത്തെക്കുറിച്ച് ആരോപിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ 1 മലപ്പുറം തെരഞ്ഞെടുപ്പ്, 2 അതിലും അപ്പുറത്തുള്ള ദീർഘകാല ലക്ഷ്യം. ഞങ്ങൾക്ക് തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ വലുത് നമ്മളെ മോനെ കൊന്നവരെ
5 പേരുണ്ട്. 5 പേര് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അങ്ങോട്ട് അന്ന് ജാമ്യത്തിലുണ്ടായിരുന്നത്. മറ്റുള്ള 2 പേരെ അറസ്റ്റ് ചെയ്യണം, ഈ ശക്തിവേലുവിനെയും ഈ പ്രവീണിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അല്ല, നിങ്ങളുടെ ആവശ്യം അതായിരുന്നു. അതിന് പിന്നിലുള്ള ചില കളികൾ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പിന്നിൽ വലിയ കളി നടന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും കളികൾ ഇതിന് പിറകിലുണ്ടോ? അങ്ങനത്തെ ഒരു കളികളുമില്ല. ഞങ്ങൾ 14 പേരും ബന്ധുക്കളും 2 കുട്ടികൾ, എൻ്റെ മോനോട് പിടിച്ച 2 കുട്ടികളുമാണ് ഞങ്ങൾ പോയത്. ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ജിഷ്ണു പ്രണോയെ വിശേഷിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വീര്യമുള്ള കൗമാരക്കാരൻ എന്നാണ്. ആ കമ്മ്യൂണിസ്റ്റ് വീര്യമുള്ള കൗമാരക്കാരന്റെ പേരിനെ ഉപയോഗിച്ചുകൊണ്ട് LDFന്റെ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് നിങ്ങളുടെ പാർട്ടി ആരോപിക്കുന്നു. അതിൽ സത്യമുണ്ടോ? സത്യമുണ്ട്. ഞങ്ങൾക്ക് ഈ ജാമ്യത്തിൽ കേരളത്തിലെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാവരുടെയും, എല്ലാ ജനങ്ങളുടെയും. എന്നിട്ടും എന്തിന് ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരുന്നു? അതിൽ പിന്നെ നമ്മൾ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്കൊരു അതിൽ വേദനയുണ്ട്. പക്ഷെ ഇനി ഉണ്ടാവുകയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ സമരത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. 5-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി EMS സർക്കാരിൻ്റെ 60-ാം വാർഷികമാണ്. ആ വാർഷിക ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സമരം നടത്താൻ തിരഞ്ഞെടുക്കുക വഴി, അന്ന് സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് വഴി സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യം അവിടെ പ്രയോഗിക്കപ്പെട്ടു. അതൊട്ടും യാദൃശ്ചികമല്ല എന്നുള്ളതാണ് അക്കാര്യത്തിലെ CPIMന്റെ നിലപാട്. ആ ഡേറ്റ് തിരഞ്ഞെടുത്തപ്പോൾ, 5-ാം തീയതി തിരഞ്ഞെടുത്തപ്പോൾ അതിനെ ഈ സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ആലോചിച്ചില്ല. ഞങ്ങൾക്ക് മുൻനിധി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരെ കൂടത്തിൽ എല്ലാവരും നല്ലവരും ഇവിടെ മോശപ്പെട്ട ആൾക്കാർ എല്ലാവരും ഉണ്ടാവുമല്ലോ. അതിൽ 2 ഉദ്യോഗസ്ഥന്മാരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. കുടുംബാംഗങ്ങളെ കരുവാക്കിയെന്നാണ് പറയുന്നത്. കുടുംബങ്ങളെ കരുവാക്കിയ 2 പേരാണ് മെയിനായിട്ട്, 2 ഉദ്യോഗസ്ഥന്മാരാണ് വർഷത്തിൽ കയ്യിൽ. അല്ലല്ല, അങ്ങനെയല്ല. കുടുംബാംഗങ്ങളെ രാഷ്ട്രീയക്കാർ കരുവാക്കി സർക്കാരിനെതിരെ സമരം നടത്തിയെന്ന്. സർക്കാരിനെതിരെ ഒരിക്കലും പറയുന്നു. സർക്കാരിനെതിരെയുള്ള സമരമല്ല ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലല്ലേ പോവുക. ഇത് പോലീസ് ആസ്ഥാനത്തല്ലേ ഞങ്ങൾ സമരം ചെയ്തത്. അവിടെ മുഖ്യമന്ത്രി തന്നെ അത്ഭുതം കൂറിയത് എങ്ങനെയാണ് ഒരു പാർട്ടി കുടുംബത്തെ SUCIക്ക് റാഞ്ചാൻ കഴിഞ്ഞത് എന്നാണ്. അതൊക്കെ ഒരു കെട്ടുകഥ ഉണ്ടാക്കുന്നത്, മറ്റതൊന്നും ഞങ്ങൾക്കറിയുന്നത്. എല്ലാം ഒരു കെട്ടുകഥയാണ്. തുടരണം. SUCI നേതാവ് ഷാജർ ഖാൻ. ശ്രീ ഷാജർ ഖാൻ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് CPIM ഔദ്യോഗികമായി ഒരു ആരോപണമായി തന്നെ ഉന്നയിക്കുകയാണ്. അത് നിസ്സാരമായ ആരോപണമല്ല. കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നതാണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നു. കുടുംബാംഗങ്ങളെ ഒരു രാഷ്ട്രീയ കളിക്കുള്ള കരുക്കളാക്കി മാറ്റുകയായിരുന്നോ? അതിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ? എത്ര ദയനീയമാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് എന്ന് പേര് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അവിടെ ഈ അശോകൻ പറഞ്ഞല്ലോ, ജിഷ്ണുവിൻ്റെ അച്ഛൻ അശോകൻ എത്ര വേദനാകരമായ വാക്കുകളാണ് പറഞ്ഞത്. ഈ 90 ദിവസവും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ സംരക്ഷിച്ച ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്, അവരുടെ പോലീസ് നടത്തിയിട്ടുള്ള കള്ളക്കളികൾക്കെതിരായിട്ട് വേദനാകരമായ വിധത്തിൽ അവർ സമരത്തിന് വേണ്ടി DGPയുടെ ഓഫീസിന് മുന്നിൽ വന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് സർക്കാരിനെതിരായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് അവർ DGP ഓഫീസിലേക്ക് പോയത്. അങ്ങനെ പോയ സമാധാനപരമായി സമരം നടത്തിയ അവരെ മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ എന്നെ ജയിലിലടക്കി, ഞങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടക്കുകയും ചെയ്ത ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ എത്ര ലജ്ജാകരമായ വിധത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ റാഞ്ചി എത്ര ഒരു ഇടതുപക്ഷ പാർട്ടിയാണോ ഇവർ? ഞാൻ പറയട്ടെ, എങ്ങനെയാണ് കൃഷ്ണപിള്ള സഖാവ് P. കൃഷ്ണപിള്ള കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വളർത്തിയെടുത്തത്? അവിടെ റാഞ്ചാൻ പോയതാണോ? അവിടെ ഗൂഢാലോചന നടത്താൻ പോയതാണോ? ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നത് എങ്ങനെയാണ്? ഈ നാട്ടിലെ സാധാരണക്കാരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അത് DNA ടെസ്റ്റ് നടത്തിയിട്ടാണോ? രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുള്ളത്? ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ABC ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ CPIMൽ വളരെ ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരെല്ലാവരും ഈ സമരത്തിൽ മഹിജയോടൊപ്പമായിരുന്നു. മഹിജയെ സഹായിച്ച SUCI പ്രവർത്തകരോടൊപ്പമായിരുന്നു. ഞങ്ങളെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ പോലും പറഞ്ഞത്, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിരപരാധികളാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് പോലീസിൻ്റെ ഗൂഢാലോചനയാണ്, ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ആരാ ഈ ഉന്നത പോലീസ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്? ഈ ഗ്രാൻഡ് മാസ്റ്റർ ആരാ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. സമരം ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഗൂഢാലോചനക്കാരാകുന്നത്?
TP വധത്തിൽ TPയെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ഈ CPM എന്നൊരു പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നേതാക്കന്മാരാണ്, അത് പാർട്ടിയുടെ സാധാരണക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നിപ്പോൾ ഈ സമരം നടത്തുന്ന ജനാധിപത്യപരമായി മാനം മര്യാദയ്ക്ക് സമരം നടത്തുന്ന ആളുകൾ, SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വരെ ഞങ്ങൾക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ ആക്രമണം പോലും നടത്തിയിട്ടില്ല, ഒരു ബസ്സിന് പോലും ഇന്നേ വരെ കല്ലെറിഞ്ഞിട്ടില്ല. നിരവധി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM. നിരവധി ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. ഒരാളെ ആദ്യം സിംഗൂരിലും പിന്നീട് നന്ദിഗ്രാമിലും വെടിവെപ്പ് നടന്ന സംഭവത്തെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അന്നത്തെ പശ്ചിമ ബംഗാൾ ഭരണകൂടവും CPIM-ഉം ന്യായീകരിച്ചിട്ടില്ലേ? ഇപ്പോഴത്തെ ഈ ന്യായീകരണം ജനങ്ങൾക്ക് ബോധ്യമാകുന്നതാണോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിലേക്ക് വരാം. ഇക്കാര്യത്തിൽ ശ്രീ ഷാജർ ഖാൻ, കൃത്യമായി നിങ്ങളുടെ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എങ്കിൽ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരല്ല, കോൺഗ്രസ് BJP അടങ്ങുന്ന സംയുക്ത സഖ്യം, സർക്കാർ വിരുദ്ധ മഴവിൽ മഹാസഖ്യം എന്ന രൂപേണ, കോടിയേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ തയ്യാറാക്കി ഇങ്ങനെ പെരുമാറുകയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും മകൻ നഷ്ടപ്പെട്ടതിന് ദുഃഖമുണ്ട്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആളുകളെ ഒരു രാഷ്ട്രീയ കളിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വികാരങ്ങളെ പ്രോജ്വലിപ്പിച്ച് അവരെ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ഉപകരണമാക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം. അത് 100% വാസ്തവ വിരുദ്ധമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എന്തുകൊണ്ടാണ് ഏപ്രിൽ 5 എന്ന തീയതി തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് അവർ നിരോധിത മേഖലയാണെന്ന് അവർക്കറിയാത്ത പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ചായി പോയത്? അവിടെയുള്ള അനിഷ്ട സംഭവം എന്നുള്ളത് പൂർണ്ണമായും ഒരാൾക്കും യാതൊരു തരത്തിലും പ്രചോദനം നൽകാനാകാതെ ഉണ്ടായ ഒന്നാണോ? എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മഹിജ ആരാണെന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ സമരം എന്താണെന്നും മനസ്സിലാക്കാനുള്ള മനുഷ്യത്വമോ രാഷ്ട്രീയ ബോധമോ സംസ്കാരമോ തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാർ മാത്രമേ അങ്ങനെയൊക്കെ പറയുള്ളൂ. അവരെ പോയി നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കണം. അവർ കുടുംബത്തിനുള്ളിൽ ജിഷ്ണു മരിച്ച ദിവസം മുതൽ നിരാഹാരമാണ്, ഭക്ഷണം കഴിക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുന്നവരെ അവർ സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർ സഹായം നമ്മളോട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു? കാരണം SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങൾ സേവ് എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റും വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒരു വിധത്തിലുമുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിലെ സമരത്തിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കൂ. ടോംസ് കോളേജിലെ സമരം, നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളുടെ സമരം, അവിടെ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ സമരം, മെറ്റ്സ് കോളേജിലെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് MP രാജേഷ് MPയിലേക്ക് പെട്ടെന്ന്. ശ്രീ MP രാജേഷ്, ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സമരം ഉണ്ടായതല്ല. മകൻ നഷ്ടപ്പെട്ട അന്ന് മുതൽ ആ അമ്മ ഒരർത്ഥത്തിൽ സമരത്തിലാണ്. അവർ ഖരരൂപത്തിലുള്ള ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്കുള്ള ഒരേ ഒരു ആവശ്യം അവരുടെ മകൻ്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് അവർക്ക് അവിടെ ഒരു സമരം നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെയും എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഗൂഢനീക്കമായി നിങ്ങൾ കാണുന്നത്? അതിൽ മനുഷ്യത്വമുണ്ടോ ശ്രീ MP രാജേഷ്? നിങ്ങളുടെ ചോദ്യം തന്നെ എനിക്ക് പൂർണ്ണമായി സാങ്കേതിക തകരാറ് മൂലം കേൾക്കാനായില്ല. ഷാജർ ഖാന്റെ ആംഗ്യവിക്ഷേപങ്ങൾ മാത്രമേ എനിക്ക് കാണാനായുള്ളൂ, ഒന്നും കേൾക്കാനായില്ല. അപ്പൊ അതുകൊണ്ട് വളരെ അപൂർണമായിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് പറയാൻ കഴിയുന്ന ഞാൻ ഒന്നും കൂടി ചോദിക്കാം. ഇപ്പോൾ കേൾക്കാമോ? ലളിതമായി ഒറ്റ വാചകത്തിലൊന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. എന്തിനാണ് ഒരു അമ്മയുടെ സമരത്തെ രാഷ്ട്രീയ ഗൂഢോദ്ദേശമായി CPIM ചിത്രീകരിക്കുന്നത്? ആ അമ്മയുടെ അതുപോലെ അച്ഛൻ്റെ ഒക്കെ വികാരത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടും അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ടുമാണ് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം പ്രതികരിച്ചിട്ടുള്ളത്. കോടിയേരിയുടെ ലേഖനവും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീണ്ടും കട്ടായതായ സംശയം തോന്നുന്നു. കേൾക്കാമോ? ഞങ്ങൾ എല്ലാവരും ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളതും
ആ അമ്മയുടെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങൾക്കൊക്കെ മക്കളുമുണ്ട്, ഞങ്ങളും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. എന്നാൽ ഈ ദുഃഖത്തെ ഒരു അവസരമാക്കി മുതലെടുത്ത് രാഷ്ട്രീയ ലക്ഷ്യം നടത്തുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യത്വഹീനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മുതലെടുപ്പ് നടത്തുന്നത്. അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആവുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ആ അമ്മയുടെ നഷ്ടത്തെ കുറച്ച് കണ്ടിട്ടില്ല, അമ്മയുടെ തീവ്രമായിട്ടുള്ള വേദനയെ വില കുറച്ച് കണ്ടിട്ടില്ല. അതിനോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയും അത് പൂർണ്ണമായിട്ടും തിരിച്ചറിയുകയും ചെയ്യുന്നു. അത്തരമൊരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥയിൽ, നഷ്ടബോധത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ അവർ ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിൽ ആക്ഷേപമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നില്ല എന്ന് ഓർമ്മിക്കണം. ഓരോ ഘട്ടത്തിലും ഇവർ തൃപ്തി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അന്വേഷണത്തിന്റെ കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ എല്ലാ നടപടിക്രമങ്ങളും മാറ്റിവെച്ച് 3 ദിവസം കൊണ്ട് അവർ ആവശ്യപ്പെട്ട ആളെ നിയമിച്ചതിൽ സന്തോഷവും തൃപ്തിയും രേഖപ്പെടുത്തുകയുണ്ടായി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തി. സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് പോയതിൽ തൃപ്തി രേഖപ്പെടുത്തി. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവർ തൃപ്തി രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിന് വിപരീതമായിട്ട് അവരെ ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നു എന്നത് നമ്മൾ ഇതിന്റെ നാൾവഴികളാകെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം. ഒരു ചർച്ചയിൽ എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. ഇവിടെ മാതൃഭൂമി 13-ാം തീയതി സമരം നടന്ന് ജിഷ്ണുവിന്റെ അമ്മ ആശുപത്രി വിട്ട ശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനും ശേഷം അവരുടെ പ്രതികരണം മാതൃഭൂമി പത്രം, ഇനി ദേശാഭിമാനിയാണെന്ന് ആക്ഷേപം പറയരുത്, മാതൃഭൂമി പത്രത്തിലെ റിപ്പോർട്ടാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, വായിക്കുന്നത്. ജിഷ്ണുവിന് നീതി ലഭിച്ചുവെന്ന വിശ്വാസത്തിലാണ് നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് മഹിജ പറഞ്ഞു. പെങ്ങൾക്ക് വേണ്ടിയാണ് സമരം നയിച്ചതെന്ന് ശ്രീജിത്ത് പ്രതികരിച്ചു. ചിരിക്കുന്ന പെങ്ങളെ തിരിച്ചു കിട്ടി. ജിഷ്ണുവിന് നീതി ലഭിച്ചുവെന്ന ബോധ്യം സഹോദരിയിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു സ്വകാര്യ ആവശ്യങ്ങളിൽ ഒന്ന്. സ്വകാര്യ ആവശ്യമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നു. സമരം സ്വകാര്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്വകാര്യ ആവശ്യമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും വിശ്വാസ്യതയുള്ള രണ്ടാളുകളുമായാണ് കരാറുണ്ടാക്കിയത്. അത് അവരുടെ കൈകളിലും ഞങ്ങളുടെ മനസ്സിലുമുണ്ട്. അത് നടപ്പാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് പറയുന്നത്, ഇത് 13-ാം തീയതിയിലെ മാതൃഭൂമിയിൽ വന്നതാണ്. മഹിജയുടെയും ശ്രീജിത്തിന്റെയും പ്രതികരണമാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനും ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. തിരിച്ചുപോയി ഇപ്പോൾ ഇങ്ങനെ ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആരിടപെട്ടു എന്ന സംശയം ന്യായമായിട്ടും ഉയരുന്നതല്ലേ? അല്ല, അത് എന്ത് സംശയമാണ് ശ്രീ എം പി രാജേഷ്? എന്ത് നേടാൻ വേണ്ടിയായിരുന്നു ഈ സമരം എന്ന് ചോദിച്ചത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തത് എന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിയാണ്. സമരത്തോട് ആ സമീപനമാണോ? ഇന്നലെ കാനം രാജേന്ദ്രൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അഭിലാഷ, അതിന് ശേഷമുള്ള പ്രതികരണമാണ് ഇപ്പൊ ഞാൻ വായിച്ചതേ. അഭിലാഷ് എന്താ അറിയാത്തതുപോലെ ഭാവിക്കുന്നത്? അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനും ശേഷമാണ് ചിരിക്കുന്ന പെങ്ങളെ തിരിച്ചു കിട്ടി എന്ന് ശ്രീജിത്ത് പറയുന്നത്. അതിനുശേഷമാണ്, ആ പ്രതികരണമാണ്. അപ്പോ അവരവിടുന്ന് പോയത് തൃപ്തരായിട്ടാണ്. ആ തൃപ്തരായി പോയ ആളുകളെ ആരാണ് അസംതൃപ്തരാക്കി? അത് അവരോട് ചോദിക്കാം. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ട്. ഒറ്റ സെക്കൻഡ് ശ്രീ എം പി രാജേഷ്, ഒറ്റ സെക്കൻഡ്. ശ്രീ അശോകൻ, നിങ്ങൾ വളയത്ത് ചെന്നതിന് ശേഷം നിങ്ങളെ ആരെങ്കിലും വന്ന് സമീപിച്ച് സർക്കാരിനെതിരെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ആരും പറഞ്ഞില്ല, അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല. എല്ലാം വെറും കെട്ടുകഥയാണ്. കെട്ടുകഥ. ശരി, ഈ സമരം കഴിഞ്ഞ് തൃപ്തിയോടുകൂടി മടങ്ങുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ തൃപ്തിക്കുറവ് തോന്നാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെയുള്ള തൃപ്തിക്കുറവൊന്നും ഞങ്ങൾക്ക് ഇപ്പം സാധ്യതയില്ല. അപ്പോൾ ഈ വേദന എന്ന് ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തോടും പാർട്ടി സെക്രട്ടറി പത്രത്തിൽ എഴുതിയ കാര്യത്തോടുമാണോ? അത് ഞങ്ങളോട് ഈ പോലീസ് മർദ്ദിച്ചില്ല എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിലാണ് ഭയങ്കര വേദനയുള്ള കാര്യം. അല്ല, പോലീസ് മർദ്ദിച്ചില്ല എന്ന് മാത്രമല്ല പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. യാദൃശ്ചികമായിട്ടല്ല 5-ാം തീയതി സമരത്തിന് വന്നതെന്ന് പറഞ്ഞു. 5-ാം തീയതി ഞങ്ങൾ പോലീസ് ബലം പ്രയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെ കുട്ടി മരിച്ചൊരു ഇതാണ്, ഇത്ര ദിവസമായി മരണപ്പെട്ടിട്ട് അതുകൊണ്ട് പോലീസ് ഒരു കാരണവശാലും പോലീസ് ബലം പ്രയോഗിക്കാൻ ഞാൻ 3-4 പ്രാവശ്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും കൊണ്ട് അവർ ബലം പ്രയോഗിക്കാനുണ്ടായത്.
അല്ല, അതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടായ സംഭവ വികാസം എന്താണ് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു, LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം എന്ന ആരോപണം ഇന്ന് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ. അതായത് എന്ന് വെച്ചാല് അത് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് സാധാരണ നടക്കുന്ന കാരണമാണ്. ഇത് കുറ്റപ്പെടുത്താൻ ഞങ്ങൾ 100% കുറ്റപ്പെടുന്ന പോലീസിനാണ്. പോലീസിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരി, ശ്രീ MP രാജേഷ്, ഒരു പാർട്ടി ഗ്രാമത്തിലെ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഇവരുടെ ബന്ധുക്കളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും. അവർ പറഞ്ഞു, ഞങ്ങളെ ബന്ധപ്പെട്ട ആരും അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്നും പറഞ്ഞിട്ടില്ല എന്ന്. അത് താങ്കൾക്ക് ബോധ്യമാകുന്നതാണോ? ഇപ്പോ ശ്രീ അശോകൻ പറഞ്ഞത് താങ്കൾക്കും ഈ പാനലിലിരിക്കുന്ന ഷാജർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യമാകുന്നതാണോ? ആണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങൾ നോക്കൂ, എന്തിനാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യനെ പീഡിപ്പിക്കുന്നത്? മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ അദ്ദേഹത്തെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ച്, അദ്ദേഹം പത്രസമ്മേളനമൊന്നും നടത്തി ശീലമുള്ള ആളല്ല. നിങ്ങളെപ്പോലുള്ള ചാനൽ അവതാരകരുടെ, ഞാൻ അഭിലാഷിനെ ഒട്ടും കുറച്ച് കണ്ട് ഒന്നും പറയുന്നതല്ല, അവതാരകരുടെ മാധ്യമ വിചാരണകളെ നേരിടാൻ മാത്രമുള്ള കൗശലമൊന്നുള്ള ആളല്ല അദ്ദേഹം. അങ്ങനെ നേരിട്ട് ശീലവുമുള്ള ഒരാളല്ല. ആ പാവം മനുഷ്യൻ, ഈ വേദനയിൽ കഴിയുന്ന ഒരാളോട് നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹം ആവർത്തിച്ച് ഇവിടെ പറഞ്ഞ കാര്യം, ഞങ്ങൾക്കൊരു തൃപ്തിക്കുറവുമില്ല. ഒന്ന്, ഞാൻ നുണ പറയുന്നതല്ലല്ലോ, അഭിലാഷ് സമ്മതിക്കുമല്ലോ, ഞങ്ങൾക്കൊരു തൃപ്തിക്കുറവുമില്ല. തൃപ്തിക്കുറവുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? രണ്ടാമത്, ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. അദ്ദേഹം ഷാജർ ഖാൻ ഇപ്പോ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് കാണുന്നു. അദ്ദേഹത്തിന് കുറച്ച് അലോസരം ഉണ്ടായിട്ടുണ്ടാവും അത് കേട്ടപ്പോൾ. ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. പിന്നെ ചില പോലീസിനെ സംബന്ധിച്ച് ചില ആക്ഷേപങ്ങളുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഉണ്ടായത് എങ്ങനെയാണ്? 5-ാം തീയതിയാണ് ഉണ്ടായത്. 5-ാം തീയതിയിലെ സമരത്തിന് പോയപ്പോഴാണ്. ഇനി ആ ആക്ഷേപത്തെക്കുറിച്ച് കാര്യത്തിലാണെങ്കിലോ അതിനുവേണ്ടി നിതിൻ അഗർവാളിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം സംഘത്തെ എനിക്ക് മറ്റു പാനലിസ്റ്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരൊറ്റ സംശയമേ ഉള്ളൂ ശ്രീ MP രാജേഷ്. ശരിയാണ്, അവർ തൃപ്തി ഉണ്ടെന്ന് ഇപ്പോഴും ആവർത്തിക്കുമ്പോഴും എങ്ങനെയാണ് ഒരു പാർട്ടി കുടുംബത്തെ SUCIക്ക് റാഞ്ചാൻ പറ്റിയത് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചില ശക്തികളുടെ കേന്ദ്രീകരണമല്ലേ ഇവിടെ ഉണ്ടായതെന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒട്ടും യാദൃശ്ചികമായിട്ടല്ലല്ലോ ഈ തീയതി തീരുമാനിച്ചതെന്ന് കോടിയേരി ബാലകൃഷ്ണന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ജിഷ്ണു പ്രണോയ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഉപയോഗിച്ച് LDF സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കം നടന്നുവെന്ന് CPIM-ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ പറയുന്ന ആക്ഷേപങ്ങളെയെല്ലാം ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ സത്യസന്ധമായി നിഷ്കളങ്കമായി ജിഷ്ണുവിന്റെ അച്ഛൻ, മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന പാവം മനുഷ്യൻ ശ്രീ അശോകൻ ഇപ്പോഴും നടത്തിയിട്ടുള്ള പ്രതികരണം. ഈ പറയുന്നതെല്ലാം ശരിവെക്കുന്ന തരത്തിൽ, ഈ സംശയത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ്. ഇപ്പൊ നോക്കൂ, അവര് ഈ ഘട്ടത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, സർക്കാർ ചെയ്ത കാര്യങ്ങളിൽ നന്ദിയുണ്ട്, ഇങ്ങനെയെല്ലാം അവർ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അവരെ ആരാണ് സമ്മർദ്ദത്തിലാക്കുന്നത്? എന്തൊരു സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അദ്ദേഹം പറയുന്നു തൃപ്തിക്കുറവില്ല. ആരാണ് പറഞ്ഞത് തൃപ്തിക്കുറവുണ്ട്? സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ആക്ഷേപം. ഇങ്ങനെ ഈ പുത്ര വിയോഗത്തിന്റെ വ്യഥയിൽ കഴിയുന്ന ഒരു അച്ഛനെയും അമ്മയെയും ഇത്രമാത്രം മാനസിക സമ്മർദ്ദത്തിലാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരുണ്ടല്ലോ, അവരങ്ങേയറ്റം മനുഷ്യത്വമില്ലാത്ത ആളുകളാണ്. തുടരുക ശ്രീ MP രാജേഷ്, ഒരു നിമിഷം. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ജിഷ്ണു പ്രണോയുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഇല്ലാത്ത പ്രശ്നം രാഷ്ട്രീയക്കാർക്കാണോ? സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിനെ ഉപയോഗിക്കുകയാണോ? അങ്ങനെയാണ് CPIM കാണുന്നത്? വാസ്തവത്തിൽ ജനവിരുദ്ധ നയങ്ങൾ പ്രതിരോധിക്കുന്ന സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്നതിൻ്റെ തെളിവാണ് പിണറായി സർക്കാരിൻ്റെ ഇന്നത്തെ ഇടപാടുകൾ. കാരണം ജിഷ്ണുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്താ, തെളിവുകൾ ഹാജരാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും വെളിയിൽ വരുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അപ്പം ഈ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത നിലപാടുകൾ വളരെ മോശമായിരുന്നു. തെളിവുകൾ എപ്പോഴും നെഹ്റു കോളേജിന് അനുകൂലമായിരുന്നു. അതൊക്കെ ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, നമുക്കെല്ലാവരും കണ്ടതാണ്, ആ അമ്മ നടന്നു വരുമ്പോൾ
ഇവർക്ക് ഇവരുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് EMS ഗവൺമെന്റിന്റെ 1ാം വർഷം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ എല്ലാവരുടെയും, ഞാനടക്കമുള്ള ആളുകൾ അതിനെ ആഘോഷിക്കേണ്ടതാ. അങ്ങനെ, കാരണം അത് ഒരു രാഷ്ട്രീയത്തിനപ്പുറമാണ്. ആ ദിവസം ആ അമ്മയെ കരയിക്കാതെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാമായിരുന്നു. അവിടെ കത്രിക പൂട്ടിട്ട് അമ്മാവനെയും ആ സ്ത്രീയെ വലിച്ചഴക്കുന്നതും ആ സ്ത്രീയെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നതും നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ അതിനെതിരെ കണ്ണുനീർ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ കണ്ണുനീരിന് ആരും വില കൽപ്പിക്കണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയാനൊന്നും സാധ്യമല്ല. ഈ കേരളത്തിൽ നടക്കുന്ന ഏത് അനീതിയെ പറ്റിയും സംസാരിക്കാനുള്ള അവകാശം കേരളത്തിലെ സാമൂഹിക സംഘടനകൾക്കുണ്ട്, രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. നേരത്തെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാലക്കാട് MP പറഞ്ഞതുപോലെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞല്ലോ 13-ാം തീയതിയിലെ പത്രസമ്മേളനത്തിന് പത്രത്തിൽ വാർത്ത കൊടുത്തു, ചിരിച്ചുകൊണ്ടാണ് പോയത്. ആരാണ് അതിന് ശേഷം ഈ ലേഖനം എഴുതിയത്? ആരാണ് അതിന് ശേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അനാവശ്യമായിരുന്നു. ഈ കുടുംബത്തെ ദുരുപയോഗം ചെയ്തു. വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഗൂഢാലോചന പോലീസ് നടത്തിയത് ഈ കുടുംബത്തിനെതിരെയാണ്. ഈ കുടുംബത്തെയാണ്, ഈ പാർട്ടി ഗ്രാമത്തിൽ ജീവിക്കുന്ന കുടുംബത്തിനെതിരെയാണ് ഇവർ വാസ്തവത്തിൽ ഗൂഢാലോചന ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിനെയും BJP ഭീഷണിപ്പെടുത്താനല്ല. ഏതാണ്ട് താങ്കളുടെ ആ വാദം പൂർത്തിയാക്കിയെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഷാജർ ഖാൻ, ആ കുടുംബത്തിനുണ്ടാകുന്ന വേദന, സംഘർഷം അത് സ്വാഭാവികമാണ്, അത് ശരിയുമാണ്. അതിന് ഒരു പദ്ധതി ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളാണോ? അവർക്ക് വേദനയുണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സർക്കാർ മനഃപൂർവ്വം ഈ കാര്യത്തിൽ പ്രതികളെ പിടിക്കാതിരുന്നു എന്ന് പറയാൻ നമുക്ക് വസ്തുതകളുടെ പിൻബലമൊന്നുമില്ല. കാരണം ഈ കേസിൽ മുൻകൂർ ജാമ്യം നേടിയപ്പോൾ കൃഷ്ണദാസിനെ മറ്റൊരു കേസിൽ 2 ദിവസമെങ്കിൽ 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ചെയ്ത സർക്കാർ പ്രതികളെ മനഃപൂർവ്വം സംരക്ഷിക്കുന്നു എന്നൊരു രാഷ്ട്രീയ പ്രശ്നം ഇല്ലാതിരിക്കെ ഈ അമ്മയുടെ വേദന, അവരുടെ മാനസിക സംഘർഷം ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു സംഘം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ തീയതി തീരുമാനിച്ചതും വെന്യൂ തീരുമാനിച്ചതുമൊക്കെ ഈ കുടുംബാംഗങ്ങളാണോ അതോ മറ്റുള്ളവരാണോ? അതായത് ഈ പ്രതികളെ സംരക്ഷിച്ചു എന്നുള്ളതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്ന് അഭിലാഷ് എങ്ങനെയാണ് പറയുന്നത്? 90 ദിവസമായി. നമുക്കറിയാമല്ലോ, ജിഷ്ണു മരിക്കുന്നത് ജനുവരി 6-ാം തീയതിയാണ്. ഫെബ്രുവരി 13-ാം തീയതിയാണ് ഒരു FIR തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത് 17-ാം തീയതിയാണ്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. 24-ാം തീയതിയാണല്ലോ ശക്തിവേലിന് സഞ്ജിത് വിശ്വനാഥിന് ജാമ്യം ലഭിക്കുന്നത്. എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത്? 90-ാമത്തെ ദിവസമാണല്ലോ. അതിനു മുമ്പ് എത്രയോ ഘട്ടങ്ങളിൽ, ഒരുപക്ഷെ മാർച്ച് 8-ാം തീയതി മുഖ്യമന്ത്രിയെ കാണുവാൻ മഹിജയും കുടുംബവും തിരുവനന്തപുരത്ത് വന്നിരുന്നു. അന്ന് ഞങ്ങൾ അവർക്കൊരു ഐക്യദാർഢ്യ സമ്മേളനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നു. അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയെ കണ്ടു. അന്ന് മുഖ്യമന്ത്രി വീണ്ടും ഉറപ്പ് നൽകി എത്രയും വേഗം പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞു. 27-ാം തീയതി, മാർച്ച് 27-ാം തീയതി വീണ്ടും DGP ഓഫീസിലേക്ക് മുന്നിലേക്ക് വരുമെന്നും അവർ സമരം നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ 26-ാം തീയതി ഡൽഹിയിൽ വെച്ച് DGP ബെഹ്റ അമ്മാവൻ ശ്രീജിത്തിന് ഉറപ്പ് കൊടുത്തു. എന്താണ്? ഒരാഴ്ച കൂടി സമരം നീട്ടിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നീട്ടിവെക്കണമെന്ന് പറഞ്ഞു. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാമെന്നും അതല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടാമെന്നും പറഞ്ഞു. ഇല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏപ്രിൽ 5-ാം തീയതി ആയിട്ടും ഏപ്രിൽ 4-ാം തീയതി ആയിട്ടും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, ആരുടെയും സ്വത്ത് കണ്ടുകിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ ഏപ്രിൽ 5-ാം തീയതി വരാൻ തീരുമാനിച്ചത്. അന്ന് ഈ സർക്കാരിന്റെ വാർഷികമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചൊന്നും അവർക്കറിയാൻ സാധ്യതയില്ല. ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കറിയുണ്ടാവില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനിച്ച കാര്യങ്ങളാണ്. അവർ ഒരു ഡേറ്റ് തീരുമാനിച്ചു. DGP ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവർ തന്നെയാണ് സമരം തീരുമാനിച്ചത്. അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. അവരെ സഹായിക്കുവാൻ പൂർണ്ണമായ ബാധ്യത ഞങ്ങൾക്കുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തകർ എന്ന നിലയ്ക്ക്, ഇടതുപക്ഷ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ എന്ന നിലയ്ക്ക്, സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയ്ക്ക്, സർവോപരി മനുഷ്യർ എന്ന നിലയ്ക്ക് അവരെ സഹായിക്കുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്തു, അഭിമാനപൂർവ്വം ചെയ്തു. അവിടെ ഒരു ഗൂഢാലോചനയുമില്ല. അവിടെ ഒരു നുഴഞ്ഞു കയറ്റവും ഞങ്ങൾ കണ്ടില്ല. അവിടെ വളരെ വളരെ സമാധാനപരമായിട്ട് പോയി. പക്ഷേ ഗൂഢാലോചന നടത്തി ആ അമ്മയെ വലിച്ചഴിച്ച് അടിച്ച് വീഴ്ത്തി പോലീസ്. എന്നിട്ട് അവരെ എടുത്ത് വാനിലേക്ക് എറിഞ്ഞു. ഇതല്ലേ ചെയ്തത്? എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ഈ 19 പേരിൽ 4 പേരെ പ്രത്യേകമായി കേസ് ചാർജ് ചെയ്തു. ബാക്കിയുള്ള അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മൾ ചർച്ച ചെയ്ത കാര്യം. ഞാൻ അതിലേക്ക് വരാം. ശ്രീ എം പി രാജേഷ് എം പി
ഒരു അവകാശ പോരാട്ടം നടക്കുമ്പോൾ അതിനോട് ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളത് സാധാരണ നിലയിൽ പൗരബോധമുള്ള മനുഷ്യന്റെ കടമയാണ്. അത് ചെയ്യാറുണ്ട്, മനുഷ്യന്മാർ ചെയ്യാറുണ്ട്, കൂട്ടായ്മകൾ ചെയ്യാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുണ്ട്. ഇവിടെ മഹിജ എന്ന അമ്മയോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ട് അത് ആ പാർട്ടികളെല്ലാം കൂടി നടത്തുന്ന ഗൂഢാലോചനയാകുമോ? അങ്ങനെയാണോ ഒരു സമരത്തെ CPIM കാണുന്നത്? തീർച്ചയായിട്ടും ഐക്യദാർഢ്യം ഗൂഢാലോചനയൊന്നുമല്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് എങ്കിൽ ഈ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷെ ഉപജാപത്തിന്റെ പേര് ഐക്യദാർഢ്യം എന്നാൽ അല്ല. നിങ്ങൾ ഉപജാപത്തിന്റെ പര്യായമായി ഐക്യദാർഢ്യം എന്ന വാക്കിനെ മാറ്റിക്കൂടാ. ഉപജാപം നടന്നു എന്നുള്ളത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായി വരികയാണ്. നിങ്ങൾ നോക്കൂ, ഈ സംഭവത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കുടുംബം, അച്ഛനും അമ്മയും അവരുടേതായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയും പിന്നീടുള്ള ചില ഘട്ടങ്ങളിൽ ആ പറഞ്ഞതിൽ നിന്ന് മാറിപ്പറയാൻ നിർബന്ധിതരാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലാവുന്നത് അവരുടെ നിസ്സഹായ അവസ്ഥയിൽ ഉണ്ടാവുന്ന ഇടപെടലുകൾ, സമ്മർദ്ദങ്ങൾ, അതാണ് പലപ്പോഴും അവരെ ഇത്തരം അഭിപ്രായങ്ങൾ മാറ്റി പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. കാരണം അത് നമുക്ക് ആർക്കും, അത്തരമൊരു നഷ്ടം അനുഭവിക്കാത്ത ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വേദനയാണ് അവരുടേത്. അത്തരമൊരു വല്ലാത്ത അവസ്ഥയിൽ സാധാരണ എല്ലാവരും പെരുമാറുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയേയില്ല. അത് പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അത്തരമൊരു ഘട്ടത്തിൽ അവർ സർക്കാരിനെതിരായിട്ട് പറഞ്ഞാൽ പോലും അത് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്നത് എന്നേ ഞങ്ങളൊക്കെ കരുതുകയുള്ളൂ. അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് പറഞ്ഞു, അവർക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്നത്. നോക്കൂ, ഇങ്ങനൊരു അവസ്ഥയിൽ പോലും അവർ ജാഗ്രതയോടെ പറഞ്ഞു വന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. സർക്കാർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, സർക്കാരിനെതിരായിട്ടല്ല സമരം, സർക്കാരിനോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഇതവർ ആവർത്തിക്കുകയും എന്നാൽ പലപ്പോഴും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്നത് ധർമ്മസങ്കടത്തിലായിരുന്നത് പോലെയാണ്. അല്ല, അവർ ഏത് കാര്യത്തിലാണ് നിർബന്ധിതമാകുന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അവരുടെ സാമൂഹിക ചുറ്റുപാട് എന്ന് പറയുന്നത്, അവരുടെ കുടുംബപരമായ ചുറ്റുപാട് എന്ന് പറയുന്നത് വലിയ CPIM കേന്ദ്രീകരണമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾ എന്നുള്ളതാണ്. അവർക്ക് അവിടെ നിന്ന് സർക്കാരിനെയും സർക്കാരിനെ നയിക്കുന്ന ആളുകളെയും വിമർശിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതം വളരെ വലുതാണ്. അവരവിടെ സാമൂഹ്യ ബഹിഷ്കരണം നേരിടും എന്ന് ഭയപ്പെട്ടേക്കാം. അതുകൊണ്ട് എത്ര കൊടിയ പാതകം അവർക്ക് നേരെ നടന്നാലും ഞങ്ങൾക്ക് സർക്കാരിനെ വിശ്വസിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ഗതികേടുമാകാമല്ലോ. നിങ്ങൾ കേൾക്കെയാണ് ജിഷ്ണുവിന്റെ അച്ഛൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ പുതിയ തിയറിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത തിയറിയാണ്. അവർ ഗതികേട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് അവർ എന്നാൽ പല ഘട്ടത്തിലും പോലീസിനെതിരായിട്ടുമൊക്കെ ശക്തമായ നിലപാട് അവർ പറഞ്ഞ സമയത്ത് അങ്ങനെയാണെങ്കിൽ അതൊന്നും അവർക്ക് പറയാൻ കഴിയുന്നതല്ലല്ലോ. അവർക്ക് പറയാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഗതികേട് കൊണ്ട് ആണ് അവർ പറയുന്നത് എന്ന് വിചാരിച്ചാൽ പരമാവധി സർക്കാരിനെതിരെ മൗനം പാലിക്കാം. സർക്കാരിന് സർട്ടിഫിക്കറ്റ് തരാൻ ആരും സമ്മർദ്ദം ചെലുത്തുന്നില്ലല്ലോ. അവരെത്രയോ തവണ സർക്കാർ ചെയ്ത കാര്യങ്ങളെ അംഗീകരിച്ചിട്ടില്ലേ? ഏറ്റവും ഒടുവിൽ നിരാഹാര സമരവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് അവർ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾക്ക് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും. അല്ല, അങ്ങനെയാണെങ്കിൽ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുള്ള ആളുകളുടെ സമരമാണല്ലോ. വായിച്ചു കേട്ടിട്ടും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുള്ള ആളുകളുടെ സമരമാണല്ലോ. പെങ്ങളെ തിരിച്ചു കിട്ടി. രാജേഷ്, സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുള്ളവരുടെ സമരമാണല്ലോ. ആ സമരത്തെ അങ്ങനെയാണെങ്കിൽ CPIM ഇത് സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന് ആരോപിക്കേണ്ട കാര്യം എന്താണ്? ഇത് ദീർഘകാല ലക്ഷ്യം വെച്ചുള്ള അജണ്ടകളുള്ള സമരമാണെന്ന് ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രിക്കെതിരായി ജനവികാരം തിരിച്ചുവിടാനുള്ള ഗൂഢപരിശ്രമമാണ് എന്ന് ആക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? LDF സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗ്രാൻഡ് മാസ്റ്റർ ഡിസൈൻ തയ്യാറാക്കിയാണ് ഈ സമരം നടത്തിയത് എന്ന് പറയുന്നത് എന്തിനാണ്? സർക്കാരിൽ വിശ്വാസമുള്ള ആളുകളുടെ സമരത്തെ എന്തിനാണ് ഇങ്ങനെ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്ന് CPIM വിലയിരുത്തുന്നത്? അങ്ങനെ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ മാത്രം ശക്തരാണോ ഈ വടകര വളയത്തുള്ള ഈ കുടുംബം? വളരെ പ്രസക്തമായ അഭിലാഷം അവസാനിപ്പിക്കൂ. പിടികിട്ടി. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അല്പം ദീർഘിച്ചാണെങ്കിലും അഭിലാഷ് ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ അവരെയല്ല ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്ത് ഇതിനെ ഒരവസരമാക്കി മാറ്റി വലിയ രാഷ്ട്രീയ ഉപജാപം സൃഷ്ടിച്ച ആളുകളെയാണ്.
അത് പറയാനുള്ള ഉത്തരവാദിത്വം CPIM-നും ഗവൺമെന്റിനും എല്ലാം ഉണ്ട്. ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കും രാഷ്ട്രീയ ഉപജാപവും തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് തന്നെ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഈ അമ്മയും അച്ഛനും ഉത്തരവാദികളാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല, ഇപ്പോഴും കരുതുന്നില്ല. ഞാൻ പറഞ്ഞു, അവരുടെ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിൽ ഒരു അമ്മയ്ക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദൈന്യാവസ്ഥയെ മുതലെടുപ്പ് നടത്തി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ മനുഷ്യത്വമില്ലായ്മ, കണ്ണീര് വിറ്റ് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ മനുഷ്യത്വമില്ലായ്മ കൂടുതൽ കൂടുതൽ പ്രകടമാവുകയാണ്. ആ കുടുംബം സംസാരിക്കുന്ന ഓരോ വാചകത്തിലും നമുക്കതാണ് കാണാൻ കഴിയുന്നത്. ഇത്തരം ആളുകളുടെ ഈ നിസ്സഹായാവസ്ഥയിൽ സഹായികൾ എന്ന വ്യാജേന രംഗത്ത് വന്നവരുടെ സമ്മർദ്ദം എത്രയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അല്പം മുമ്പ് അശോകന്റെ വാക്കുകളിലും നമ്മളതാണ് കേട്ടത്. അല്ല, അത് ഞാൻ ഒന്നുകൂടി ഷാജർ ഖാനോട് ആരായാം. അതിനു മുൻപ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, സർക്കാർ വിമർശിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. സർക്കാർ വിമർശിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും CPIM-നില്ലേ? അതുകൊണ്ട് CPIM ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ എന്തോ വലിയ അത്ഭുതമായോ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ലാത്ത ഒന്നായോ കാണണോ? അല്ല, അത് അങ്ങനെ CPM ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം CPM കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അത് കൂടിക്കൊണ്ടിരിക്കട്ടെ, അതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഈ പ്രതിരോധത്തിന് ഇവർ മറുപടി പറയേണ്ടത്, ഗൂഢാലോചന നടത്തി എന്ന് പറയേണ്ടത് കോൺഗ്രസും BJP-യും SUC-യോടും മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ VS അച്യുതാനന്ദൻ ഗൂഢാലോചന നടത്തിയെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ MA ബേബി, ഏറ്റവും അവസാനം M മുകുന്ദൻ, അതുപോലെ സിവിക് ചന്ദ്രൻ, അതുപോലെ തന്നെ ഹമീദ് ചേന്നമംഗലൂർ, ഇവരെല്ലാവരും ഗൂഢാലോചനയിൽ പങ്കാളിയാന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇദ്ദേഹം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് പോലും ബോധ്യമാവുന്നില്ല. ഒരു ഭാഗത്ത് അമ്മയ്ക്ക് കരയാം, അച്ഛന് വേദനിക്കാം, അവർ സമരം ചെയ്യുന്നത് ശരിയാന്ന് പറയാം. മറുഭാഗത്ത് അവർ സമരത്തിന് വന്നത് ഗൂഢാലോചനയാന്ന് പറയാം. ഈ രീതിയിൽ ഒരു തരത്തിലും ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഒറ്റ വാക്കേ പറയണ്ടു. അഹങ്കാരിയായ മുഖ്യമന്ത്രി ഒന്ന് വീണ്ടും അഹങ്കാരം കാണിക്കാതെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റി എന്ന് പറയുക. ആ തെറ്റിനെ എങ്ങനെയും പരിഹരിക്കാം. പ്രശ്നം ഒരു കുടുംബം, ഏത് കുടുംബം? കമ്മ്യൂണിസ്റ്റ് കുടുംബം. ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെയാണ് വാസ്തവത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ്. അങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കി അവർ പറയണം ഈ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണെന്ന് പറയണം. അവരിപ്പോഴും അത് പറയുന്നില്ല. അവർ സർക്കാർ ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ പോലീസ് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. താനൂര് ഭാഗത്ത് PK ഹനീഫ ജസ്റ്റിസ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന അദ്ദേഹം, വളരെ സത്യസന്ധനായ മനുഷ്യനാ, ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിത്വം കൂടിയാ. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു, പോലീസ് ചെയ്തത് അങ്ങേയറ്റം ക്രൂരമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ. ഇന്നത്തെ റിപ്പോർട്ടാണ്. പോലീസ് ചെയ്യുന്ന ചെയ്തികൾക്കെതിരെയാണ് CPI പറഞ്ഞത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അശോകൻ ഒരിക്കൽ കൂടി ടെലിഫോണിൽ. ശ്രീ അശോകൻ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളെല്ലാം അവസാനിപ്പിക്കാമെന്ന ഒരു കരാറാണല്ലോ അന്ന് ഉണ്ടാക്കിയത്. പ്രതികളെ അതിനുശേഷം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് കോടതിയിൽ നിന്ന് ആനുകൂല്യം കിട്ടിയതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പുറത്തു തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പോരാട്ടം, നിങ്ങളുടെ സമരം അവസാനിച്ചോ? ഞങ്ങളുടെ സമരം അവസാനത്തിൽ ഞങ്ങളുടെ കേസുമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവർ, നമ്മളെ മോനെ കൊന്നതിന് കൊലയാളികളെ ഈ CP പ്രകടനവും ശക്തി വരും മെയിനായിട്ട് ഈ കേസിലുള്ളതാണ്. അല്ല, ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ നിയമപരമായി ഇനി കോടതികളെ സമീപിക്കുക എന്നുള്ളതാണോ, അതോ ഇതേപോലെ അറസ്റ്റിന് വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ള തരത്തിലാണോ? ഇനിയിപ്പോൾ കോടതിയുടെ ആനുകൂല്യം ഇവർക്കുള്ളത് കൊണ്ട് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള പരിമിതി നിങ്ങൾക്ക് അറിയുകയും ചെയ്യുമായിരിക്കും. അതായത് ഈ 9-ാം തീയതി ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യുന്നത് 24 മണിക്കൂറിന് മുന്നേ ആളെ വിടുന്നുണ്ട്. അന്നുള്ള റിപ്പോർട്ട് പറയുന്നത് വെച്ചാല് ഈ പ്രവീണിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. പ്രവീണിനെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് 2 പേർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. അല്ല, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ശ്രീ MP രാജേഷ്, ഒറ്റ ചോദ്യം കൂടിയേ ഉള്ളൂ. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ആ ലേഖനത്തിൽ ഈ സമരത്തെ വലിയ തോതിൽ ഒരു വല്ലാത്ത നിറം കൊടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ പറയുന്നു അത് ഇതര രാഷ്ട്രീയ കക്ഷികളും തൽപര ഗ്രൂപ്പുകളും ഒക്കെ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ചാണ് എന്ന്. അതായിക്കൊള്ളട്ടെ. ഈ കുടുംബത്തിന് ഇനി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ
അവർക്ക് യാതൊരു സാമൂഹിക സമ്മർദ്ദവും ഇല്ലാതെ ഈ കേസിൽ നീതി തേടാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുമോ, അതോ അവരുടെ കുടുംബവും ആക്ഷേപിക്കപ്പെടുമോ? ജിഷ്ണുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ഒപ്പം അവസാനം വരെ ഉണ്ടാവും. നീതി കിട്ടുന്നുവെന്ന് ഉറപ്പാക്കുന്നത് വരെ പാർട്ടിയും ഉണ്ടാവും, ഗവൺമെന്റും ഉണ്ടാവും. അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണത്. അപ്പുറം ഞങ്ങളെ സംബന്ധിച്ച് കോടിയേരിയുടെ ലേഖനത്തിൽ തന്നെ വിശേഷിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് വീര്യമുള്ള ഒരു കൗമാരക്കാരന്റെ മരണമാണ്. അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന പ്രത്യേകമായ താല്പര്യവും ഞങ്ങളെ സംബന്ധിച്ച് അക്കാര്യത്തിലുണ്ട്. ഒരു കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ KM മാണിയോട് വലിയ സ്നേഹമുണ്ടായിരുന്ന കാലത്ത് PC ജോർജ് അദ്ദേഹത്തിന്റെ പേരൊരിക്കലും പറയാറില്ല അത്രേ. പാലാ മെമ്പർ എന്നേ പറയാറുള്ളൂ. അതുപോലെ പാലക്കാട്ട് MP എന്ന് ഇവിടെ ഒരു ബഹുമാന്യ അദ്ദേഹം എൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലും അദ്ദേഹത്തിന് അത്രയും വിരോധമുള്ള കാര്യമായതുകൊണ്ട് പാലക്കാട്ട് MP എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് പറയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. BJPയുടെ നേതാവ് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ ആക്രമിക്കും. ഒറ്റ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയട്ടെ. ഇവിടെ വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈദരാബാദിലും JNUവിലും പോയ ആളുകൾ ജിഷ്ണുവിന്റെ കുടുംബത്തോട് ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജിഷ്ണുവിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ച ഏതെങ്കിലും ഒരു നടപടി ഹൈദരാബാദിൽ രോഹിത് വെമുലയുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചോ? അതാണ് ചോദ്യം. ഒരൊറ്റ മിനിറ്റിൽ മറുപടി പറയുമോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി ഒരൊറ്റ മിനിറ്റ് സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന്. രോഹിത് വെമുലയുടെ വിഷയത്തിൽ CPM എടുത്ത നിലപാട്, SFI എടുത്ത നിലപാട്, ആ നിലപാട് തന്നെയാണ് കേരളത്തിലെ BJP എടുത്ത നിലപാട്. രോഹിത് വെമുലയുടെ കാര്യത്തിൽ CPM എടുത്ത നിലപാട് ഗൂഢാലോചനയാണ് എന്ന് MP സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ കാര്യങ്ങൾ പറയാം. 2, ഹൈദരാബാദിലെ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എല്ലാവർക്കും അറിയാം. കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അറിയാം. ശക്തമായ നടപടികൾ അവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തലത്തിൽ. അവിടെ നടന്നതും ഇവിടെ നടന്നതും വ്യത്യാസമുണ്ട്. ഇവിടെ നടന്നത് കൊലയാണ്, അവിടെ നടന്നത് ആത്മഹത്യയാണ്. നമുക്കിനി തർക്കിച്ചു പോകാൻ സമയമില്ല. വളരെ നന്ദി ശ്രീ MP രാജേഷ്, ശ്രീ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ശ്രീ ഷാജർ ഖാൻ, ശ്രീ ഷിജു ഖാൻ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ജിഷ്ണുവിന്റെ പിതാവ് അശോകനും നന്ദി.